കോട്ടയത്ത് പോലീസിനെ ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ച മുൻ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു. കാരിക്കോട് സ്വദേശി ഗംഗാധരൻ നായർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൂടുതൽ വിവരങ്ങൾ ഷിനോജ് ശ്രീ നൽകും. ഷിനോജ്, ഇത് എങ്ങനെയായിരുന്നു ഏപ്രിൽ ഫുൾ ആക്കാൻ നോക്കിയത്? പോലീസിനെ തുടർന്ന് കേസെടുക്കുന്നതിലേക്കുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്? ഏപ്രിൽ 1 പുലർച്ചെ 2:15 ഈ കാരിക്കോട് ചെമ്മഞ്ചി സ്വദേശിയായുള്ള ഗംഗാധരൻ നായർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നത് തന്റെ വീടിന് നേരെ ആരോ കലറുകയാണെന്നും താനും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരണമെന്നുമാണ് പോലീസിനോട് ഈ ഗംഗാധരൻ നായർ പറയുന്നത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ വെള്ളൂർ എസ് ഐ ആയിട്ടുള്ള എബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ഈ വീടിന് സമീപത്തെത്തിയ സമയത്ത് ഈ പോലീസ് വീടിന്റെ ഈ കൃത്യമായ സ്ഥലം ചോദിച്ച് വീണ്ടും ഈ ഗംഗാധരൻ നായരെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ന് ഏപ്രിൽ ഫുൾ ആണെന്നും നിങ്ങളെ ഞാൻ പറ്റിച്ചതെന്നും ഈ ഗംഗാധരൻ നായർ മറുപടി പറയുന്നത്. നിങ്ങൾ മാത്രമേ ഇത് വിശ്വസിക്കൂ എന്നും ഈ ഗംഗാധരൻ നായർ പോലീസിനോട് പറയുന്നുണ്ട്. തുടർന്ന് പോലീസ് അവിടെ നിന്നും തിരികെ പോയി. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്നതിൽ തന്നെ എത്തുന്നത്. പോലീസ് ആക്ട് പ്രകാരം 118B പ്രകാരമാണ് നിലവിൽ കേസെടുത്തത്. തുടർന്ന് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും 67 വയസ്സ് പ്രായമുള്ള മുൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഗംഗാധരൻ നായർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ മുൻ അഗ്നിരക്ഷാ സേന അംഗമാണ്. ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്ന പോലീസ് ഇത്തരത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് ഇത്തരത്തിൽ പോലീസിനെ കബളിപ്പിച്ചതെന്നാണ്. അത്ര ഗൗരവത്തോടെ ഒരു സേവനം നടത്തുന്ന സേനയൊക്കെ വിളിച്ച് പറ്റിക്കാൻ നേരത്തെ അത്തരത്തിൽ ഗൗരവമേറിയ ഒരു ജോലി ചെയ്തിരുന്ന സേനയുടെ ഭാഗമായിരുന്ന ആളിന് എങ്ങനെ പറ്റി എന്നുള്ളതാണ്. ഷിനോജാണ് ഏതായാലും വിവരങ്ങൾ നൽകിയത്. ഷിനോജ, നല്ല ദിവസമായിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പറ്റിക്കാൻ തോന്നുന്നു എങ്കിൽ കുറച്ച് തിരിച്ചറിവും ബോധവും കാണിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഇതിനൊക്കെ നമ്മൾ എന്തും മറുപടിയാണ് പറയുക. ആ പോലീസുകാരുടെ മാനസികാവസ്ഥ മുഖഭാവവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറയുകയാണ് അയ്യേ പറ്റിച്ച ഏപ്രിൽ ഫുൾ എന്ന് പറയുന്നു. വളരെ അത്യാവശ്യത്തോടെ പോലീസ് പോയതാണ്. ഏതെങ്കിലും ഒരു അടിപിടിയോ അക്രമമോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പോലീസ് എത്താൻ ഒരു 2 മിനിറ്റ് വൈകിയാൽ ലഹളയുണ്ടാക്കുന്ന മനുഷ്യരുണ്ട്. ആ സ്ഥാനത്താണ് അവരെത്രയും പെട്ടെന്ന് വാഹനത്തിൽ അവിടെ എത്തിയപ്പോൾ ഈ കാര്യം പറയുന്നത്. നിങ്ങളല്ലാതെ മറ്റാരും വിശ്വസിക്കില്ല എന്നും പറഞ്ഞു. പക്ഷേ കഷ്ടമായി പോയി. കുറച്ചുകൂടി തിരിച്ചറിവോടെ പ്രവർത്തിക്കേണ്ടിയിരുന്നു അല്ലേ? ചെറിയ ചിരിയൊക്കെ എനിക്കിത് പറയുമ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും മുഖത്ത് ആ ചിരിയുണ്ടെന്ന് എനിക്കറിയാം.